നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most holy name of our Lord Jesus Christ be exalted. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ യോവൽ സുവിശേഷ പ്രസംഗ യോഗത്തിന്റെ പ്രാരംഭ രാത്രിക്കായി ആദ്യമായി കർത്താവിനെ സ്തുതിക്കുക. We primarily praise God for the first night of these gospel meetings being conducted in London. ദൈവ വചന കേൾവിക്കായി കടന്നുവന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ശബ്ദവാഹിനിയുടെ ശ്രവണപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. To all the brethren and sisters who are seated here and to all our audience who are within our audible range, we would like to extend our greetings to you in the sweet and loving name of our Savior and Lord Jesus Christ. അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് നൽകി. The Lord gave us blessed ministries thus far. ആത്മീയ ഗീതങ്ങൾ പാടുവാനും ദൈവത്തെ ആരാധിക്കുവാനും സ്തോത്രസ്തുതികൾ കരേറ്റി ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം കൃപ ചെയ്തു. The Lord helped us to sing spiritual songs and to rejoice in Him and to praise God. മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട അനുഭവം സമ്പന്നമായ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം ശ്രമിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. And the Lord gave us an opportunity to listen to a blessed, even-filled testimony. പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നും സർവശക്തനായ ദൈവം തന്റെ മകനെ വിളിച്ച് ഭയവും ഭീരുത്വവും ഉണ്ടായിരുന്ന ജീവിതാനുഭവത്തിൽ നിന്ന് വിളിച്ച് വാർദ്ധരിച്ച് പ്രത്യാശയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയാക്കി തീർന്നു. And the Lord separated the dear brother from a life which was bound by tradition, from a fearful and a dreadful life, and God brought him to a life filled with hope. ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷിയായി കർത്താവിനെ സ്തുതിക്കുക. We praise God for this blessed testimony. ഈ രാത്രിയിൽ നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്കായി കർത്താവായ യേശുവിന്റെ അനുഗ്രഹീത കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. And shall we surrender ourselves into the nail-scarred hands of our God to hearken to the voice of God this evening. ഈ രാത്രിയിലെ തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഏവരുടെയും ശ്രദ്ധ വിശുദ്ധ ബൈബിൾ എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് തുറക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിന്റെ പ്രാരംഭ വാക്കുകൾ നമുക്ക് വായിക്കാം. And for our attention this evening, shall we turn our attention to the epistle to the Hebrews, chapter 12, the beginning portion of verse 2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. Looking unto Jesus, the author and finisher of our faith. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുക. We primarily praise God for this blessed verse. കാലം അതിന്റെ അന്ത്യത്തിലും ലോകം അതിന്റെ വിനാശത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Time is reaching its end and the world is coming to its fag end. പുരോഗതിയുടെ പാത മനുഷ്യന്റെ മുമ്പിൽ വെട്ടിത്തുറന്നിട്ടുണ്ടെങ്കിലും മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ നിരാശയോടെ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം കാണപ്പെടുന്നത്. We are living in a special time, even though the way of development is open before man. Man is filled with sorrow and pain and is living a life of torment. വിജ്ഞാനപരമായും ശാസ്ത്രീയവും സാമ്പത്തികമായും മനുഷ്യൻ ഉയർച്ചയിലെത്തിയിരിക്കുന്നുവെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തിപരമായോ കുടുംബമായോ സമാധാനമോ സ്വസ്ഥതയോ അനുഭവിക്കാൻ കഴിയുന്നില്ല. Even though there are many scientific advances and many technological advancements, man in his own personal life and family life is not able to find any sort of peace. സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു ലോകത്തിലാകുന്നു ഞാൻ നിങ്ങളും പാർക്കുന്നത്. We are living in a world which does not give us any comfort or rest. എന്നാൽ നാം വായിച്ച തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ But when we examine the word of God that we read, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. looking unto Jesus, the author and finisher of our faith. വിശുദ്ധ പൗലോസിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. These are the words of Saint Paul which we read. അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനും സഭാ ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന വിശുദ്ധ പൗലോസ്. And he is the chiefest of the apostles and the greatest among the church forefathers. യഹൂദ വംശത്തിൽ നിന്നും ക്രിസ്ത്യാനിത്വം സ്വീകരിച്ച് എബ്രായ മലനാട്ടിൽ കടന്നുവന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ And he who was of a Jew was converted to Christianity, and he who was a member of the Hebrews, when he was writing to the Hebrew church, യേശുവിനെ നോക്കുക എന്നൊരു ഉപദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. he is giving an advice or a counsel to look unto Jesus. രാത്രിയിൽ യേശുവോടും കടന്നുവരിക
ആയിരിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ ആലോചന യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. And the counsel to the people of God who are gathered here and to the land is look unto Jesus. എന്തുകൊണ്ട് യേശുവിനെ നോക്കുക എന്നുള്ള ഒരു ഉപദേശം ഈ ദേശത്തിന്റെ മധ്യേ പരിശുദ്ധാത്മാവ് പറയുന്നു? Why is the Holy Spirit giving this advice to the land to look unto Jesus? ലോകത്തിൽ അനേകം ജനിച്ചിട്ടുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്, എന്നാൽ അവരെ പോലെയൊന്നുമല്ല യേശു ക്രിസ്തുവിന്റെ ജീവിതം. Many were born into this world, many passed away from this world, but the life of Jesus is uncomparable to any of these people. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തയേശു അതേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. And concerning Jesus, when St. Paul writes in the epistle to the 1 Corinthians chapter 15 verse 3, he was born according to the scriptures, he died according to the scriptures, and he was raised again according to the scriptures. എഴുതിയിരിക്കുന്നതുപോലെ ജനിച്ച, എഴുതിയിരിക്കുന്നതുപോലെ ജീവിച്ച, എഴുതിയിരിക്കുന്നതുപോലെ മരിച്ച, എഴുതിയിരിക്കുന്നതുപോലെ ഉയർത്തെഴുന്നേറ്റതാണ് കർത്താവായ യേശു ക്രിസ്തു. Jesus was born and lived and he died and he was raised as it was written in the word of God. ലോകത്തിൽ അനേക ഉദയം ചെയ്തിട്ടുണ്ട്, ഭരണം നടത്തിയിട്ടുണ്ട്, അനേക പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മരണം കൊണ്ട് അവരുടെ ജീവിതമൊക്കെയും അവസാനിക്കുകയാണ്. Many arose in this world, many ruled and reigned in this world, many died and passed away in this world, but Jesus was unlike any of them. വലിയ പ്രവൃത്തികളൊക്കെ ലോകത്തിൽ കാഴ്ചവെച്ചുവെങ്കിലും മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയും. They did many mighty and great deeds, but they had to face a defeat before death. എന്നാൽ യേശു ക്രിസ്തുവിനെ നോക്കുക എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ എന്താണ് അതിന്റെ രഹസ്യം? But when Paul says to look unto Jesus, what is the secret behind that? വിശുദ്ധ പൗലോസ് ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പൂർണ്ണമായി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒന്ന്, അവൻ ക്രൂശിനെ സഹിച്ചു. And when we were to read, and if you were to read the verse 2 in its entirety, we can see that he endured the cross. രണ്ട്, അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. And secondly, we can see he is set down on the right hand of the throne of God. അതുകൊണ്ടാണ് യേശുവിനെ നോക്കുക എന്ന് പറയുന്നത്. And that is why St. Paul here gives emphasis to look unto Jesus. യേശു ക്രൂശിനെ സഹിച്ചു. He endured the cross. ക്രൂശീകരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഹീനവും നികൃഷ്ടവും നീചമായ ഒരു മരണമാണ് ക്രൂശുമരണം എന്ന് പറയുന്നത്. The death by crucifixion is the most heinous, the most terrible, and the worst of all deaths. മശിഹ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശുമരണമൊക്കെ നിലനിന്നിരുന്നു. And the crucifixion, the death by crucifixion was even prevalent almost 1000 years before the birth of Jesus. ഈജിപ്തിലും പേർഷ്യയിലും ഗ്രീസിലുമൊക്കെ ക്രൂശുമരണം നിലനിന്നിരുന്നു. ക്രൂശുമരണം ശിക്ഷ മനുഷ്യർ കൊടുത്തിരുന്നു. In the kingdoms of Egyptian and Persian and Greece kingdoms, the punishment by crucifixion was very prevalent. അതിനേക്കാളും വലിയ ശിക്ഷകളൊക്കെ ലോകത്തിൽ ഉണ്ടായിരുന്നു. And there were also greater punishments than crucifixion. എന്നാൽ യേശു ക്രിസ്തു അനുഭവിച്ച ക്രൂശുമരണം എന്ന് പറയുമ്പോൾ അത് വളരെ ത്യാഗത്തിന്റെയും കഷ്ടതയുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹനം അനുഭവിച്ചതാണ് യേശു ക്രിസ്തു. But the crucifixion death which Jesus encountered or that he faced, it is the most painful, it is the most heinous or the most terrible of all the deaths. അനേക ക്രൂര ശിക്ഷകൾ നടത്തിയ ഭരണകർത്താക്കന്മാർ, ലോകത്തിൽ ചക്രവർത്തിമാർ, രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. There were many cruel emperors who brought about many terrible or tormenting punishments. ഒന്നാം നൂറ്റാണ്ടിൽ റോമിനെ ഭരിച്ച ഭരണകർത്താവായിരുന്നു കാലിഗുള. And Caligula was one of the emperors during the 1st century Roman Empire. അദ്ദേഹം വലിയ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നു. And he was one who brought about many terrible ways of punishment. ഒരു ദിവസം താൻ വലിയൊരു വിരുന്ന് നടത്തി. Once he conducted a great feast. വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ അട്ടഹസിച്ച് ചാർത്തൊന്ന് ചിരിച്ചു. And he with mirth he laughed aloud. ആളുകളൊക്കെ നോക്കി നിന്നു, എന്താണ് സംഭവം? And all the people were looking at him, what is happening? ചിരി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ്? And after the laughter was over, they asked, what happened? എന്താണ് യജമാനനെ അങ്ങ് ചിരിച്ചത്? Why did you laugh? അപ്പോൾ പറഞ്ഞു, എന്റെ പേരൊന്ന് അനക്കിയാൽ
And he said, if I move my finger, ഈ കാണുന്ന എല്ലാവരുടെയും തലയൊക്കെ പോകും. all of your heads will be chopped off. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ ഏറ്റവും അധികം താൻ സ്നേഹിച്ചിരുന്ന തന്റെ സഹോദരി ഡ്രസ്സില്ല ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. At that time, Priscilla, his sister, whom he loved greatly, passed away. അദ്ദേഹം പറഞ്ഞു, ഒരു വർഷം ഈ രാജ്യത്ത് ആരും ജീവിക്കാൻ പാടില്ല. And he gave a proclamation, for 1 year, no one should laugh in my kingdom. അഥവാ ആരെങ്കിലും ചിരിച്ചാൽ അവന്റെ തല പോകും. If anyone is laughing, his head will be taken away. വലിയ ശിക്ഷാനിയമങ്ങളൊക്കെ നടത്തുന്ന ഭരണകർത്താക്കന്മാർ ലോകത്തിലുണ്ടായിരുന്നു. And there was such kings who brought about very cruel ways of punishments. ബ്രിട്ടീഷ് രാജാവായ ഹെൻറി എട്ടാമൻ, And Henry VIII, the British monarch, അദ്ദേഹം ഏറ്റവും കൂടുതൽ ശിക്ഷാ നിയമങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നയാളാണ്. he is the one who brought about the most number of punishments. ക്രൂരമായ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ ജീവനോടെ വെള്ളത്തിനകത്ത് ദഹിപ്പിട്ട് അവരെ പുഴുങ്ങി കൊല്ലുകയായിരുന്നു. And they used to put the whole man in a big casket of water and boil him alive. അങ്ങനെ ക്രൂരമായ ശിക്ഷകളൊക്കെ ലോകത്തിൽ നടന്നുകൊണ്ടിരുന്നു. Such cruel punishments were brought about in this world. 16-17 നൂറ്റാണ്ടുകളിൽ മദ്യപിൽ ചാടി നടക്കുന്നവർക്കും ശിക്ഷയുണ്ടായി. And even in the 16th and 17th century, the people who used to loiter around being drunken, they also used to be served very severe forms of punishment. 16-17 നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യത്ത് മദ്യപിച്ച് ആടി നടക്കുന്ന ലെവലില്ലാതെ നടക്കുന്നവർക്ക് ശിക്ഷ കൊടുത്തു. Even in the 16th and 17th century, in the European countries, the people who were drunkards, they were given very severe forms of punishment. എന്താ ശിക്ഷ കൊടുത്തിരുന്നത് അറിയാമോ? Do you know what the punishment was? വലിയ വീപ്പ. There was a big casket. അതിന്റെ ഒരു ഭാഗം തുറന്നിട്ട് തലയുടെ ഭാഗം മാത്രം വെട്ടിയിട്ട് തല ഇറക്കി വെക്കുക. And they used to cut one end of it and they used to put him and put only the head outside of that big casket. എന്റെ കൈകൊണ്ട് താങ്ങാൻ വേണ്ടി രണ്ട് സൈഡിൽ രണ്ട് ദ്വാരം. And there will be 2 holes on either side to support it by hand. തല മാത്രം വീപ്പയ്ക്ക് മുകളിൽ. And only the head will be outside. എന്നിട്ട് അതുകൊണ്ട് കിലോമീറ്റർ കണക്കിന് നടക്കണം. ഇത് ശിക്ഷയാണ്. And he has to lift this big casket and walk about kilometers of ways. അങ്ങനെ വീപ്പയും ചുമന്നുകൊണ്ട് നടക്കാൻ ഒരു ശിക്ഷാ നിയമം ഉണ്ടായിരുന്നെങ്കിൽ റോഡ് മുഴുവൻ വീപ്പ കുട്ടികളായി. And if there was such a rule nowadays on the road, fully you can see such caskets. അതുകൊണ്ട് അങ്ങനെ നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായി. I say it is good if such a form of punishment is brought about in Kerala. അനേക വലിയ ശിക്ഷാ നിയമങ്ങൾ ലോകത്തിൽ നടത്തിയിരുന്നു. Such severe forms of punishment were prevalent in those days. ഇന്ത്യയിലും യൂറോപ്പിലുമൊക്കെ ജലപരീക്ഷ നടത്തിയിരുന്ന വെള്ളത്തിൽ മുക്കിക്കൊല്ലുക. And in India and Europe there was a punishment of drowning in water. വലിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവരെ വെള്ളത്തിൽ വലിയ കുടം കഴുത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിനകത്തേക്ക് തള്ളിയിട്ട് വരും. And people who did major crimes, there is a weight tied to the neck and then they will be dropped in water. അത് മാത്രമല്ല മുതലക്കുളം വലിയ ദിവസങ്ങൾ പട്ടിണിയിട്ടിരുന്ന മുതലയുടെ അടുക്കലേക്ക് കുറ്റവാളിയെ പിടിച്ചു തള്ളി. And this criminal will be brought and put into drops into ponds which are filled with hunger-starved crocodiles. അങ്ങനെ അനേക ശിക്ഷകൾ ലോകത്തിൽ നടന്നു. Such punishments were prevalent. ധാരാളം കാര്യങ്ങൾ പറയുവാൻ. There are many other things to say. എന്നാൽ ക്രൂശീകരണം എന്ന് പറയുന്നത് വലിയ ക്രൂരമായ കഠിനമായ പ്രാകൃതമായ ഒരു ശിക്ഷാ നിയമമായിരുന്നു ക്രൂശീകരണം. But crucifixion was the most terrible, the most painful and the most atrocious form of punishment. പ്രാരംഭകാലങ്ങളിൽ ക്രൂശ് എന്ന് പറയുമ്പോൾ ഒറ്റത്തടിയായിരുന്നു. In the former days, the cross was just one piece of wood. കുറ്റവാളിയെ ഒറ്റത്തടി പുറത്തു നിർത്തി താഴെ നിർത്തിയിട്ട് അതിന്മേൽ കൈ മുകളിലോട്ട് വലിച്ചു കിട്ടി കാല് താഴോട്ട് വലിച്ചു. And in the beginning days, the criminal used to be put on that one post of wood. His leg will be down, his hands will be raised to the top, and they will be bound together. ദിവസങ്ങൾ അങ്ങനെ ജീവനോടെ ആ ക്രൂശിലുണ്ടാകും. And they to be alive and hung and hang on the cross for days altogether. ഭാവിയിലേക്ക് ആ വിഷയം കൊണ്ടുവരണം. I should bring that vision to your mind. ജീവനുള്ള ഒരു മനുഷ്യനെ A man who is alive, കൈ മുകളിലോട്ട് വലിച്ചു കിട്ടുന്നു, his hands are bound together toward the top, കാല് താഴോട്ട് വലിച്ചു മുറുക്കി കിട്ടുന്നു, and his leg is bound tightly toward the water. ഭൂമിയെ കുഴിച്ചു വയ്ക്കുക. And this cross and this wooden piece of wood is put erect on the floor. ജീവനോടാണ് ഇതൊക്കെ ചെയ്യും. This is done when the man is alive. ദിവസങ്ങൾ ആ ക്രൂശിൽ കിടക്കും. And this man has to hang on the cross for
days altogether. വിശന്നും ദാഹിച്ചു, Being hungry and thirsty, മഴയും വെയിലും കൊണ്ട്, and enduring rain and sun. ക്രൂരമായ പക്ഷികളൊക്കെ ശരീരത്തിൽ കുത്തി മാംസങ്ങൾ വലിച്ചെടുത്തു. And the birds will come and pick on his flesh. ആ വിഷമുള്ള പ്രാണികളൊക്കെ കുത്തും. And the poisonous insects will come and bite him. അങ്ങനെ ഹീനമായ മരണം കൈവരിക്കുന്നതാണ് ക്രൂശ്. Such a heinous form of death. എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നു. But when we consider about Jesus, എന്തുകൊണ്ടാണ് ഈ ശിക്ഷാ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയത്? why was this punishment brought about? മനുഷ്യൻ ഈ തെറ്റുകൾ ആവർത്തിക്കും. Man should not repeat the mistake that he did. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുന്ന അവൻ ക്രൂശിനെ സഹിച്ചു. But concerning Jesus, it is mentioned, he endured the cross. യേശുവിനെ നോക്കുക, അവൻ ക്രൂശിനെ സഹിച്ചു. Look unto Jesus because he endured the cross. യേശു അനുഭവിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും അനുഭവം പഠിക്കുമ്പോൾ, യേശുവിന്റെ ക്രൂശ് എന്ന് പഠിക്കുമ്പോൾ, ഒന്ന് അവൻ സഹിച്ച ക്രൂശ്. And when you study about the sacrificial life of Jesus, one is the thing that he endured, which is the cross. രണ്ട് യേശു വഹിച്ച ക്രൂശ്. Second is the cross which he bore. മൂന്ന് യേശു വിജയം കൈവരിച്ച ക്രൂശ്. And third is the cross on which he hanged. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, യേശുവിനെ നോക്കുവിൻ. And that's why St. Paul says, look unto Jesus. അവൻ സഹിച്ച ക്രൂശ്. There is a cross which he endured. യേശു എന്താണ് സഹിച്ചത്? What did Jesus suffer? യേശു അവന്റെ ശരീരത്തിൽ സഹിച്ചു. What Jesus suffered on his body. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറയുന്നു. And Isaiah says in the Bible, യെശയ്യാവ് പ്രവചനം 53 അഞ്ചാം വാക്യം വായിക്കുമ്പോൾ, when we read Isaiah 53 verse 5, നമ്മുടെ അതിക്രമ നിമിത്തം അവൻ തകർന്ന് മുറിവേറ്റിരിക്കുന്നു. and he was wounded for our transgressions. യേശു ശരീരത്തിലാണ് സഹിച്ചത്. Firstly, he endured, he suffered in his body, യേശു ശരീരത്തിൽ മുറിവേറ്റു. and he endured and he was hurt in his body. യേശുവിന്റെ മുറിവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മീഖാ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ In Micah chapter 5 verse 1, it is mentioned about the hurts of Jesus. ആ ഇസ്രായേലിന്റെ അധിപതിയെ അവൻ വടികൊണ്ട് അടിച്ചു മുറിവേൽപ്പിക്കും. And they beat upon him who is the ruler of Israel. അപ്പോൾ യേശു ഒരു വടികൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. And they beat him with a rod, he who was the ruler of Israel. അടുത്തത് മത്തായിയുടെ സുവിശേഷം 27-26 വാക്യം വായിക്കുമ്പോൾ, When we read Matthew 27 verse 25, അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. they hurt him with whips കുതിരയുടെ തോൽവാറുകൾ 7ആയി പിന്നിയെടുത്തിട്ട്, and separating the leather of horse skin into 7 stripes, അസ്ഥി കഷ്ണങ്ങളും ചൂണ്ടയും ഒക്കെ അതിൽ കെട്ടിയിട്ട് അതുകൊണ്ട് അടിച്ചു. and they will tie pieces of bone and hooks at the end of the stripes and beat him with that whip. ചമ്മട്ടി കൊണ്ട് അടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. It is mentioned they beat him with whips. വായിച്ചാട്ടെ മീഖാ പ്രവചനം 5:1, അവർ ഇസ്രായേലിന്റെ അധിപതിയെ വടികൊണ്ട് അടിച്ചു. Micah 5:1. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. യേശുവിനെ അവർ വടികൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. And they beat him with a rod upon the cheek. അടുത്തത് മത്തായിയുടെ സുവിശേഷം 27-26 വാക്യം വായിക്കുമ്പോൾ, When we read Matthew 27:26, അവനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. and they scourged them with a whip. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചു. And they hurt him with whips. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-29 വായിക്കുമ്പോൾ, When we read Matthew 27:29, അവിടെ എഴുതിയിരിക്കുന്ന അവനെ മുള്ളുകൊണ്ട് തലയിൽ കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ച് അടിച്ചു മുറിവേൽപ്പിച്ചു. and they placed the crown of thorns upon his head and beat upon the head of Jesus. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുന്നിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു. യേശുവിന്റെ തലയിൽ അവനെ മുൾക്കിരീടം വെച്ച് മുള്ളുകൊണ്ട് മുറിവേൽപ്പിച്ചു. And they hurt the head of Jesus with thorns. ആണി കൊണ്ട് അവനെ കൈകാലുകളിൽ മുറിവേൽപ്പിച്ചു. And they hurt the hands and feet of Jesus with nails. സങ്കീർത്തനം 22-6 വാക്യത്തിൽ അങ്ങനെ വായിക്കുമ്പോൾ, When we read like so in Psalm 22 verse 6, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ മരണം ഉറപ്പാക്കുവാൻ വേണ്ടി ഒരു പടയാളി യേശുവിന്റെ വ്യാപുറത്തേക്ക് ഒരു കുന്തമെടുത്ത് കുത്തി മുറിവേൽപ്പിക്കുക. and in John 19:34 we see a soldier, in order to confirm the death of Jesus, he took a spear and stabbed on the breast of Jesus. ഇതെല്ലാം യേശു സഹിച്ചത് ശരീരത്തിലായിരുന്നു. All this Jesus endured in his body. യേശുവിനെ നോക്കുവിൻ. Look unto Jesus. അവൻ സഹിച്ച ക്രൂശ്. There is a cross which he suffered. അവൻ ശരീരത്തിൽ സഹിച്ചു. He endured on the body.
And we can see he became a propitiation for our sins in his soul. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നു. And his soul became an offering for sin. എന്ന് പറഞ്ഞാൽ പ്രാണന് അതെ ആ മുറിവേൽക്കുകയാണ്. Means his soul was getting that hurt. യേശു പ്രാണനിൽ സഹിക്കുക. He is enduring in his soul. അവൻ ക്രൂശിനെ സഹിച്ചെന്ന് പറയുമ്പോൾ യേശു ശരീരത്തിൽ സഹിച്ചു. Means enduring the cross means firstly he endured in his body. യേശു പ്രാണനിൽ സഹിച്ചു. Secondly he is enduring in his soul. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, യേശു പ്രാണനിൽ സഹിച്ചെന്ന് പറയുമ്പോൾ അവന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നെന്നിരിക്കുന്നു. Meaning to say his soul became an offering for sin. യേശുവിന്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നു. The soul of Jesus became the offering of sin. അകൃത്യയാഗത്തിൽ ഒരു മൃഗത്തെ എങ്ങനെയാണ് യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെയായിരുന്നു യേശുവിനെ അതേ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നത്. And as an animal is brought unto the altar for the offering of a sin offering, Jesus was brought to Calvary in a like manner. യേശുവിന്റെ പ്രാണൻ അവൻ പ്രാണനിൽ സഹിക്കുകയാണ്. അകൃത്യയാഗത്തിൽ ഒരു മൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെ യേശുവിനെ വലിച്ച് അതേ വലിച്ചു കൊണ്ടുപോവുകയാണ്. അവൻ വീണ്ടും എഴുന്നേറ്റ് ക്രൂശ് ചുമന്ന് കാൽവരിയിലേക്ക് പോകുകയാണ്. Jesus is dragged to Golgotha. When he fell, he was made to stand up. He is bearing the cross and he was dragged. As an animal is brought to the altar for a sin offering, the soul of Jesus became an offering for sin. അടുത്ത യേശു ആത്മാവിൽ സഹിച്ചു. Thirdly, Jesus suffered in his spirit. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ When we read Mark 14:34, എന്റെ ഉള്ളം മരണവേദന കൊണ്ട് അതിദുഃഖിതമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. and Jesus said, "My spirit is very sorrowful within me." എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. യേശു പറയുകയാണ്, എന്റെ ഉള്ളം എന്ന് പറയുന്നത് POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് എന്റെ ആത്മാവ് മരണവേദന കൊണ്ട് അതിദുഃഖിതമായിരിക്കുന്ന POC ബൈബിളിൽ In കൊടുത്തിരിക്കുന്നു. the Roman Catholic Bible, it is mentioned, "My spirit is exceeding sorrowful unto death." അപ്പോൾ യേശു സഹിച്ച ക്രൂശ് എന്ന് പറയുമ്പോൾ ഒന്നാം യേശു ശരീരത്തിൽ സഹിച്ചു, രണ്ടാമൻ പ്രാണനിൽ സഹിച്ചു, മൂന്ന് യേശു ആത്മാവിൽ സഹിച്ചു. And when we say Jesus endured the cross, firstly, he suffered in his body, secondly, he suffered it in his soul, thirdly, he suffered it in his spirit. ഇതുപോലെ സഹിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമണ്ഡലത്തിലില്ല. There was no other person who suffered all these punishments like Jesus in this world. അതുകൊണ്ടാണ് യേശുവിനെ നോക്കണമെന്ന് പറഞ്ഞത്. That is why they say, "Look unto Jesus." ഇതുപോലെ ജീവിതത്തിൽ കഷ്ടം സഹിച്ച ഒരുവനില്ല. There is no other man who endured so much pain like Jesus. യേശു തന്റെ സ്വന്തം ശരീരത്തിൽ മുറിവേൽക്കുകയും Jesus is been bruised in his own body. യേശുവിന്റെ പ്രാണൻ അകൃത്യയാഗമായി And തീരുകയാണ്. the soul of Jesus became an offering of sin. യേശു ആത്മാവിൽ സഹിക്കുകയാണ്. And Jesus is suffering in his spirit. എന്തിനു വേണ്ടിയായിരുന്നു? Why? എനിക്കും നിങ്ങൾക്കും വേണ്ടിയായിരുന്നു. For me and for your sakes. ബ്രിട്ടീഷ് കിരീടാവകാശം And the crown prince of England, Windsor Prabhu, അദ്ദേഹം ഒരിക്കൽ യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരെ കാണാൻ വേണ്ടി താൻ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. and once he visited the hospital to see the soldiers who were hurt during the war. ഏതാണ്ട് 36 പട്ടാളക്കാർ കഠിനമായി മുറിവേറ്റു. And 36 soldiers were wounded very severely. എന്നാൽ ഇവരെ ഓരോരുത്തരെയും കാണാൻ വേണ്ടി വിണ്ടസി പ്രഭു ആ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു. And Minister Prabhu went to see the hospitals to see these soldiers. എന്നാൽ 31 പേരെ സന്ദർശിച്ചു. He visited 31 of them. മുറിവേറ്റ 31 പേര്. And 31 of those wounded soldiers. അടുത്തത് അവരെ ചോദിച്ചു എത്ര പേരാണ് മുറിവേറ്റത്? And he asked how many were wounded. 36 പേര്. He said 36. എന്നാൽ 31 പേരെ എന്നെ കാണിച്ചുള്ളത് But he only showed me 31 of them. ഈ ഒരു 5 പേര്. He said there are 5 more remaining. അവരെ എനിക്ക് കാണാൻ പറ്റില്ല. And they said you cannot see them. അദ്ദേഹം പറഞ്ഞു, He said എനിക്ക് അവരെ കാണാം. I have to see them. അദ്ദേഹം നിർബന്ധിച്ചു. And he insisted. നിർബന്ധപ്രകാരം 4 പേരെ കൂടെ കാണിച്ചു. And on his insisting, 4 other people were shown. അവരെല്ലാം കഠിനമായി മുറിവേറ്റതും മരണത്തോട് മല്ലടിക്കുന്നവരുമായി. They were most severely and gravely wounded, and they were fighting with death. അവരെല്ലാം കഠിനമായി മുറിവേറ്റവരായി. They were more grievously wounded. മരണത്തോട് മല്ലടിക്കുന്നവരായി. They were fighting with death. എന്നാൽ ഒരാളെ കാണാൻ And there is still
still one more person remaining. 35 പേരെ കണ്ടു. He saw 35. ഒരാളെങ്കിലും അദ്ദേഹം ചോദിച്ചു. I said, where is the remaining one? ഞാൻ പറഞ്ഞു, അങ്ങേക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും. And he said, no, master, you cannot see him. അദ്ദേഹത്തെ കാണാൻ പറ്റും. No, you cannot see എന്റെ him. സ്ത്രീപ്രഭുത്വം ഇല്ല, എനിക്ക് കണ്ടേ പറ്റും. He said, no, I have to see him. എനിക്ക് കണ്ടേ പറ്റും. I have to see him. And because of this, he went to see that one person. Only a piece of flesh wrapped in sword. He lost all the organs. Only a small figment of life. And when this man saw him, he hugged him and had embraced him. He started to cry. Do you know what he cried? You were hurt for me. You were hurt for me. For my sake you were hurt. And he cried over there for hours. And they insisted him to go out. No, he was hurt for my sake. This is what happened 2000 years ago on Calvary. And Jesus endured in such a manner that we cannot count him as a man. Look at that Jesus who suffered for you. And there was a portrayal of the cinema which showed the crucifixion or the passion of Jesus. And when they showed the portrayal of Jesus being scourged, many started to weep. Many are weeping. And they started to cry out, please stop beating him. Stop beating Jesus. And they said, stop beating Jesus. That was an acting. And by seeing the acting, many started weeping. What would have happened when the reality took place? When such people weep looking at the acting, how many people would have wept seeing the reality of Jesus? Shall we look at the cross of Jesus? Shall we look at the one who is risen? Shall we look at that Jesus? And Paul is shouting for look at Jesus. Jesus endured the cross. He suffered in his body. He suffered in his soul. He suffered in his spirit. And there is no one who is born in this world who suffered in a like manner for the whole world. How many can tell that from the depths of your heart? It's not just raising your hands outward. And let the vision of Jesus Calvary enter into the depths of your heart. All the ones who are listening to us from near and far. You accept Jesus into the very depths of your heart. Are you able to see that Jesus? And let the right hand be raised. You are not raising your hand before a man. There is one who is above. Let him see your hand. And just like Jesus who was bruised for me. Look unto Jesus. Oh Lord, you were hurt for my sake. Jesus, you were hurt for my sake. Oh Lord, your body was disfigured so that you were not a man. Oh, and firmly
John the Gospel, chapter 19, verse 17. അവൻ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ And he bearing his cross, means carrying his cross, he went forward. Where did he go? He went to Calvary. What is the meaning that Jesus bore the cross? Many Christians do not know the truth. And Christians celebrated the passion of Jesus Christ almost a month before. But what is the meaning of the cross borne by Jesus? Firstly, he bore the whole transgression of mankind. And in Isaiah 53:12, he bore our sins. Isaiah 53:11 and 12, he bore the sins of many. And when he says that he bore the sins of many, the sins of the people who were already born, the sins of the people who are going to be born, he bore the sins of all mankind. He bore the iniquity, the transgression of sin. And in Matthew chapter 8 verse 11 it is mentioned that he bore all the sickness of mankind. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. വ്യാധികളെ ചുമന്നു. And he bare our sickness, verse 17. So when we mention about the cross which was borne by Jesus, firstly he bore all our sins. Secondly, he bore all our sicknesses. Nowadays, all men are sick. Everywhere we look, everyone is sick. Even a 5-year-old child is having a diabetic measure of 470. And a 12-year-old young lad, he is having cancer in his liver. Very recently, a child was brought to me for prayer. His face was very radiant. He was only 12 years old. But yet he has cancer in his liver. Wherever you look, man is sick everywhere. And science told by 2010, they proclaimed all men will be healthy. Every man will be healthy. It became 2010, 2020, now 2024. Very grievous sicknesses yet to be seen by man. But tonight, a child of God who believes in the Lord Jesus can say affirmably, my Jesus bore all my sickness. How many of you can say that? My Jesus bore my sickness. Look at Jesus. Why you should look at Jesus? Because he bore the cross. He bore our iniquities. He bore our sicknesses. How many of you believe it? My Jesus bore my sickness. Yes, my Jesus has taken care of my sickness. Today, you and I are independent. And tonight, you must confess. No matter what
in Buddhism. ജന്മനാൽ ഉത്തമവിശ്വാസിയാണ്. He is a believer of Buddha by birth. യേശുവിന്റെ മാതാപിതാക്കൾ ഉത്തമവിശ്വാസികളാണ്. His parents are already believers of the Buddhism. ആ ആചാരപ്രകാരം ഈ കുട്ടി വളർന്നു വരികയാണ്. And so this child has been brought up in those traditions. എന്നാൽ അങ്ങനെയുള്ള ആചാരപ്രകാരം ഒക്കെ മുമ്പോട്ട് വളർന്നു വന്നുവെങ്കിലും അതെല്ലാം പഠിക്കുക, അതിപ്രകാരം എല്ലാം ചെയ്ത് ആ ഉത്തമവിശ്വാസത്തിന്റെ എല്ലാ പ്രമാണങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിച്ചു വരികയാണ്. And he is living and is conducting his life and in all matters according to the traditions and customs of Buddhism. എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ. But there was no peace and rest and peace in the life of this girl. എവിടെ കിട്ടും സ്വസ്ഥത സമാധാനം ഇങ്ങനെയാണ്. She was roaming around and seeking of peace and rest. പെട്ടെന്ന് മാരകമായ രോഗം അതിനെ കടന്നു പിടിച്ചു. Suddenly a grievous illness got hold of her. ഹൃദയ സംബന്ധമായ രോഗം അതിനെ A grievous sickness in her body. വളരെ കഷ്ടത്തിലാണ്. She became very ill. She trusted in many physicians. സൗഖ്യം കിട്ടിയില്ല. No healing. അവസാനം റേഡിയോയിലൂടെ ഒരു ശബ്ദം കേട്ടു. Once she heard a voice on the radio. റേഡിയോയിലൂടെ സുവിശേഷം കേട്ടു. She heard the gospel through the medium of radio. യേശുവിനെ സൗഖ്യമാണ്. Jesus will heal you. രോഗമുള്ള സ്ഥലത്ത് നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ. They said, place your hand upon the area of sickness and he prayed. പെൺകുട്ടി തന്നെ രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. She placed her hand on the area of sickness and she prayed. യേശുവിനെ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. Yes, Jesus, I believe you. യേശുവേ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. Jesus, I believe you. യേശുവേ സൗഖ്യമാക്കണം. Jesus, heal me. യേശു പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. At that very instant, Jesus healed her. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് 6 മാസത്തിന് കഴിയുന്നതിന് മുമ്പ് ഒരു ബൈബിൾ ലഭിച്ചാൽ. And she said, if I were to get a Bible before 6 months, ഞാൻ യേശുവിന്റെ സാക്ഷിയായി തീരും. I will become a witness for Jesus. ആ പെൺകുട്ടി 6 മാസം തികയുന്നതിന് മുമ്പ് അതിന് ബൈബിൾ ലഭിച്ചു. And before 6 months were over, she got a Bible. യേശുവിന്റെ സാക്ഷിയായി തീരും. She became a testimony for Jesus. ദൈവകൽപ്പന അനുസരിച്ചു. She obeyed the commandments. പരിശുദ്ധാത്മാവിനെ She പ്രാപിച്ചു. received the anointing. She joined a fellowship. മഹിമയുടെ സാക്ഷികളുടെ പുസ്തകത്തിലാണ് ടീച്ചി അഭിമുഖത്തിന്റെ സാക്ഷ്യം എഴുതിയിരിക്കുന്നത്. And we can see that testimony in the booklet of the witnesses who were. രാത്രിയുടെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, All people who are listening to your voice, നമ്മുടെ ഈ ഉച്ചഭാഷകളുടെ ശബ്ദത്തിലായിരിക്കും നീ ശ്രമിക്കുന്നത്. you might be listening to our voice when you are sick. യേശു നിന്നെ സൗഖ്യമാക്കും. Jesus is healing you. യേശു വഹിച്ച ക്രൂശ്, The cross borne by Jesus. വ്യാധികളെ വഹിച്ചു ചുമന്നു. He bore our sicknesses. ഗലാത്യലേഖനം 3:13 വായിക്കുമ്പോൾ When we read Galatians chapter 3 verse 13, യേശു വഹിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ശാപങ്ങളെ വഹിക്കുകയായിരുന്നു. Jesus also bore our curses. യേശുവിനെ നോക്കുവിൻ. Look unto Jesus. യേശുവിനെ നോക്കുവിൻ പറയുന്നത് എന്തുകൊണ്ട്? Why is it said look unto Jesus? അവൻ ക്രൂശിനെ സഹിച്ചു. He bore the cross. അവൻ ക്രൂശിനെ ചുമന്നു. He carried the cross. യേശു ചുമന്നതെന്താ? What did Jesus bear? ഒന്ന് നമ്മുടെ പാപങ്ങളെ അകത്യങ്ങളെ ചുമന്നു. First, he bore our sins. രണ്ട് നമ്മുടെ വ്യാധികളെ ചുമന്നു. Secondly, our infirmities. മൂന്ന് അവൻ നമ്മുടെ ശാപങ്ങളെ ചുമത്തുകയാണ്. Thirdly, he is bearing our curses. ഗലാത്യലേഖനം 3:13 വായിക്കുമ്പോൾ When we read Galatians chapter 3 verse 13, വായിച്ചു കേൾപ്പിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. Jesus being made a curse for us. യേശു നമ്മുടെ ശാപങ്ങളെല്ലാം ചുമന്നു. Jesus bore all our curses. മനുഷ്യന്റെ ശാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തു. Means the curse of all mankind was taken by Jesus. യേശു ശാപം ഏറ്റെടുത്തു. മാനവജാതിയുടെ എല്ലാ ശാപം ഏറ്റെടുക്കും എന്നുള്ളത് ബൈബിൾ പ്രവചനമാണ്. And it is the prophecy in the Bible that Jesus will take all the curses of every man. യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ വസ്ത്രം പോലെ ശാപം ധരിക്കും. And many years before the death of Jesus, it was told in the book of Psalms that he will wear curse like an apparel. 109 സങ്കീർത്തനം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ When we read Psalm 109 from verse 18 onwards, 109 സങ്കീർത്തനം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. shall we read? അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. എണ്ണ പോലെ അവന്റെ അസ്ഥികളിൽ ചെന്നു. അടുത്തത് അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് വെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. യേശു മാനവജാതിയുടെ എല്ലാ ശാപവും ചുമന്നു. Jesus bore the curse
അവന്റെ അസ്ഥികളിലേക്ക് അടിച്ചു. It went into his very bones. വെള്ളം പോലെ അവന്റെ ഉള്ളിലേക്ക് ചെന്ന ശാപം. It went like water into his bowels. എണ്ണ പോലെ അവന്റെ അസ്ഥികളിലേക്ക് ചെന്നു. It went like oil into his bones. യേശു മാനവജാതിയുടെ ശാപം ധരിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. And many years before, it was prophesied by the psalmist that Jesus will bear all the curses of mankind. ദൈവകൽപ്പന ലംഘിച്ചവൻ ശാപത്തിന് യോഗ്യനായി തീർന്നു. Everyone who has transgressed the commandment of God is worthy of curse. എന്നാൽ തലമുറകളോളം ശാപം മനുഷ്യനെ കടന്നുപിടിച്ചിരുന്നു. But for generations altogether, curses took hold of man. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് കുടിക്കുമോ? And it is said, when a father eats a sour grape, will the teeth of the young child be sour? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Jeremiah 31 verses 29 onwards. പിതാക്കന്മാർ ചെയ്ത അകൃത്യം തലമുറയോളം ശാപം നിലനിന്നിരുന്നു. Means the curses of the fathers, that they were continuing for generations altogether. അതുകൊണ്ടാണ് മോവാബിനെ കുറിച്ച് വായിക്കുമ്പോൾ 10ാം തലമുറ വരെ ഭോവനാലയത്തിൽ പ്രവേശനമില്ല. And that is why concerning the children of Moab, it is said, even unto the 10th generation, they cannot enter into the tabernacle of God. അങ്ങനെ മനുഷ്യൻ ശപിക്കപ്പെട്ടവനായി തലമുറകൾ പിതാക്കന്മാരുടെ ശാപം അനുഭവിച്ചിരുന്നു. So man was cursed for generations altogether from the days of their fathers. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് പോയപ്പോൾ എന്റെ നിങ്ങളുടെ ശാപം അവൻ വസ്ത്രം പോലെ ധരിക്കുകയായിരുന്നു. But when Jesus went to Calvary bearing the cross for us, he was taking all our curses and putting upon himself as a garment. അവന്റെ ഉള്ളിലേക്ക് ആ ശാപം ചെല്ലുകയാണ്. And the curses is seeping into his own body. എന്നപോലെ യേശുവിന്റെ അസ്ഥികളിലേക്ക് ആ ശാപം പകരപ്പെട്ടു. And the curses went into his bones like oil. എന്നാൽ ഗലാത്യലേഖനത്തിൽ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. And in the epistle of the Galatians, it is said, he became a curse for us. അപ്പോസ്തലനായ പൗലോസ് ഇതിലൂടെ യഹൂദക്രിസ്ത്യാനികളോട് പറയുന്നു, യേശുവിനെ നോക്കുവിൻ. And why is St. Paul telling to the Hebrews, look unto Jesus? അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ ചുമന്നു. Secondly, he bore the അവൻ cross. നമ്മുടെ ശാപങ്ങളെ ചുമന്നു. He bore our curses. ആവർത്തന പുസ്തകം 23-5 വാക്യത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ Deuteronomy 23 verse 5. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ശാപം അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു. And because the Lord thy God, he loves thee, he has turned your cursing into a blessing. ഇന്ന് രാത്രി പ്രിയ ദൈവമേ പറയണ എന്റെ ദൈവം ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തിരിക്കുക. Oh dear child of God, you must confess with your mouth this evening, my Lord has turned my curse into a blessing. ആ വാക്യം മാത്രം വായിച്ചാൽ ആവർത്തന പുസ്തകം 23-5 വാക്യത്തിന്റെ അവസാനം നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ടും നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി നിന്റെ തീർത്തു. ദൈവമായ യഹോവ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. The Lord thy God turned the curse into a blessing for thee because the Lord thy God loves thee. എന്തുകൊണ്ടാണ് നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു? Why is the Lord thy God loving thee? രാത്രി പറയണ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്റെ ശാപങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു. And tonight you confess because the Lord my God is loving me, he has turned my curse into a blessing. ഞാൻ ശപിക്കപ്പെട്ടവനല്ല. I am no longer accursed. ഞാൻ ശാപം പിടിക്കാൻ നടക്കണ്ട. And you do not find a remedy for your curse. യേശു എന്റെ ശാപങ്ങളെ ഏറ്റെടുത്തു. Because Jesus has taken away my curse. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. From today onwards I am a blessed person. എല്ലാവർക്കും പറയാൻ കഴിയുമോ? I can say it. എന്റെ ശാപം എന്റെ അനുഗ്രഹമാക്കി ദൈവം തീർത്തിരിക്കുക. Jesus has turned my curse into a blessing. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. Because my Lord loves me. യേശു എന്നെ സ്നേഹിച്ചു ക്രൂശിൽ മരിച്ചു. Because my Jesus loved me and died on the cross. ഹല്ലേലൂയ, ധ്യാനം മുഴക്കിയുണ്ട്. യേശു നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർത്തു. Jesus turned our curse into a blessing. ഒരിക്കൽ കൊച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറയുക, Once a small boy came to me and told me, അമ്മച്ചി എപ്പോഴും വായെടുത്താൽ എന്നെ ശപിക്കുക. നീ അങ്ങോട്ട് പോടാ പോടാ മുടിയടാ മുടിയടാ. my Amachi is always cursing me. You will be destroyed, you will be cursed, you will be like that and like this. ഇവൻ എൻ്റെ അടുത്ത് വന്ന് കൊച്ചാൽ നിന്നൊരു കാര്യം. And he is coming to me and he was crying. ഞാൻ ചോദിച്ചു എന്താ? I said, what? What's അപ്പോൾ wrong? ഞങ്ങളുടെ അമ്മച്ചി നാക്കെടുത്താൽ നീ മുടിയോടാ നീ മുടിയോടാ. And my Amachi, whenever she opens her mouth, she says, you will be accursed, accursed, accursed. ഞാൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് മോനെ കാക്കലാക്കി ആ കയ്യെടുത്തത്. And I told him, when a crow curses you, it will happen to whom? മോനെ സദൃശവാക്യത്തിൽ വചനമുണ്ട്, അത് മോൻ വായിക്കണം. And he said, there is a verse in Proverbs, you must read that verse. സദൃശവാക്യം 26 ഒരു വാക്യമുണ്ട്, കാരണം കൂടാതെ ശാപം ഭരിക്കത്തില്ല.
come to pass. 26-ാം വാക്യം എല്ലാവരും എടുത്ത് വായിക്കണേ. കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണം കൂടാതെ ശാപം പറ്റത്തില്ല. So the curse causeless shall not come. ഇന്ന് രാത്രി പറയാം, ഞാൻ എന്റെ ശാപങ്ങളെല്ലാം യേശു ഏറ്റെടുത്തു. My curse is taken by Jesus. You say ശാപങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു. He has turned my curse into a blessing. കരുണയും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. You lift up your hands and praise the Lord. ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് Because my God loves me. ശാപം അനുഗ്രഹമാക്കി He തീർത്തിരിക്കുന്നു. has turned my curse into a blessing. ഒരു ശാപമില്ല. Oh, no more curse. യേശുവിനെ നോക്കിയാൽ മതി. You look unto Jesus. യേശുവിനെ നോക്കി. Jesus. അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ ചുമന്നു. He bore the cross. അടുത്തത് അവൻ ക്രൂശിൽ വിജയം കൈവരിച്ചു. And thirdly, he got victory on the cross. പൗലോസിനോട് പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും ബോധ്യപ്പെടുത്തുന്നവനുമായ യേശുവിനെ നോക്കി. That's why St. Paul says, looking unto Jesus, the author and finisher of our faith. യേശു ക്രൂശിൽ വിജയം കൈവരിച്ചു. Jesus was victorious on the cross. യേശു വിജയം കൈവരിച്ച ക്രൂശ്. And it is the cross on which he was victorious. ലോകത്തിന് അനേകം ജനിച്ചിട്ടുണ്ട്, വലിയ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മരണത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ട കല്ലറ ഒതുങ്ങി തീർന്നു. Many people were born into this world. They did many great and mighty deeds, but before death they were defeated and they were shut up in graves. ലോകത്തിൽ എത്രയോ കല്ലറ പട്ടണങ്ങളുണ്ട്. There are many city graveyards. ലോകത്തിലുള്ള കല്ലറ പട്ടണങ്ങളെല്ലാം അറിഞ്ഞിട്ടില്ല. All these city tombs are all shut. ലോകത്തിൽ ഏറ്റവും വലിയ കല്ലറയാണ് ലണ്ടനിൽ വെസ്റ്റ്മിനിസ്റ്റർ അബി. And Westminster Abbey is the biggest sepulchre in the world. ഇംഗ്ലണ്ട് രാജ്യത്തെ അടക്കി പിടിച്ച അധികാരസ്ഥന്മാരുടെ കല്ലറയവിടെയുണ്ട്. All the monarchs and the leaders who ruled over England, their bodies are there. ഈ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത കിങ് ജെയിംസിന്റെ കല്ലറ അവിടെ വെസ്റ്റ്മിനിസ്റ്റർ അബിയിലുണ്ട്. And even the tomb of King James the fifth, who translated the Bible into English, even his body is there. ആഫ്രിക്കയിൽ ഒരാഴ്ച മുഴുവൻ സുവിശേഷ വേല ചെയ്ത ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരാഴ്ച മുഴുവനും ആഫ്രിക്കയിൽ വനാന്തരത്തിൽ നരഭോജികളായ മനുഷ്യരെ സ്നേഹിച്ച് അവരോട് സുവിശേഷം അറിയിച്ച് ഒരു കുടിലിൽ മുഴങ്ങാനിൽ നിന്ന് മരിച്ച അദ്ദേഹത്തിന്റെ ശവശരീരം കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്നത് ലണ്ടനിലുള്ള വെസ്റ്റ്മിനിസ്റ്റർ അബിയിലാണ്. And David Livingstone, a missionary who ministered, who served God in Africa, among the tribals, among the cannibals, who died kneeling on his knees in a very small hut. Even his body is buried in this Westminster Abbey. ലോകത്തിൽ എത്രയോ കല്ലറകളാണ് ഉള്ളത്. So many tombs are all shut. എന്നാൽ യേശു കല്ലറകൾ ഉയർത്തിരിക്കുന്നു. But our Jesus, he opened the grave and he arose. അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാണ്. And he was victorious on the cross. കൊലോസ്യലേഖനം 2-ാം വാക്യം വായിക്കുമ്പോൾ When we read Colossians chapter 2 verse 15, അവൻ ക്രൂശിന്റെ ജയോത്സവം കൊണ്ടാടി എഴുതിയിരിക്കുന്നു. it is mentioned he triumphed on the cross. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. And he triumphed over them on the cross of Calvary. ജയോത്സവം എന്ന് പറഞ്ഞാൽ എന്താ? What does it mean overcoming? ഒരു രാജാവ് ശത്രു രാജ്യത്തിൽ ആക്രമിച്ച രാജ്യത്തെ കീഴ്പ്പെടുത്തി അവിടുത്തെ രാജാവിനെ കൈപിടിക്കുന്നു. Meaning to say, when a king, he overcomes or overthrows the enemy land and he captures the king. ആ ശത്രു രാജ്യത്തെ രാജാവിനെ കൊണ്ടുവന്ന് കുനിച്ചമർത്തുന്നു. And they will bring the enemy king and bow him before the king. ജയിച്ച രാജാവ് ഈ തോറ്റ രാജാവിന്റെ മുകളിലോട്ട് ചാവുന്നു. And the victorious king will stand upon the king who is defeated. ചാവട്ടി കുതിരയുടെ മുകളിലോട്ട് കയറുന്നതിനാണ് ജയോത്സവം. And standing upon the defeated king, he has to ride upon the horse. That is triumphing. ഇതാണ് ക്രൂശിൽ കാണുന്നത്. This is what happened on the cross. സാത്താന്റെ തലയെ തകർത്ത് യേശു ജയോത്സവം കൊണ്ടാടി. Jesus crushed the head of Satan and he triumphed. എത്രപേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യേശുവിനെ നോക്കി. Look unto Jesus. എന്തുകൊണ്ട് യേശുവിനെ നോക്കും? Why should we look at Jesus? അവൻ ക്രൂശിനെ സഹിച്ചു. He endured the cross. അവൻ ക്രൂശിനെ വഹിച്ചു. He bore the cross. അവൻ ക്രൂശിനെ ജയോത്സവം കൊണ്ടാടി. And he was victorious on the cross. അതുകൊണ്ട് യേശു പറയുകയാണ്, നിനക്കും വിജയിക്കാം. That's why Jesus says, you too shall overcome. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കുള്ള ദൂതമാണ് യേശു പറയുന്നു, നിങ്ങൾക്കും വിജയിക്കാം. And this is the message for all the people sitting here. You too can overcome. ലോകത്തിലെ എത്രയോ ശക്തന്മാരായ മഹാന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്. അവരൊക്കെ പറയുന്നു, നിങ്ങൾക്കും വിജയിക്കാം. There are many mighty and great
APJ അബ്ദുൽ കലാം അദ്ദേഹം എഴുതിയിരിക്കുന്നു, ആ നിങ്ങൾ വിടരുന്ന പൂക്കൊട്ടുകളുടെ പുസ്തകത്തിൽ താൻ എഴുതിയിരിക്കുന്നു, യുവാക്കളെ നിങ്ങൾക്ക് വിജയിക്കാം. And even our former president who passed away, Dr. APJ Abdul Kalam, even in his book he wrote, oh you can also overcome. അതെ, നിങ്ങൾക്ക് വിജയിക്കാം. You can also overcome. അദ്ദേഹം എന്താണ് പറയുന്നത്? What does he mean by that? ദൈവത്തിലുള്ള വിശ്വാസമാണ് അദ്ദേഹം. He said by the faith in God. മാത്രമല്ല ശിഖര അദ്ദേഹം പറയുന്നത് പ്രോസസ്. And there is also a prophet by the name of Shikara. അദ്ദേഹം അനേക പുസ്തകങ്ങൾ എഴുതി. He wrote many books. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് നിങ്ങൾക്ക് വിജയിക്കാം. One of the books that he authored was called You Too Can Overcome. ഫോട്ടോയുടെ കൈ ഇങ്ങനെ ചൂണ്ടി നിങ്ങൾക്ക് വിജയിക്കാം. And in his photo and the cover you can see him pointing at you and saying you too can overcome. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിന്റെ എല്ലാം കൂടെ ഉള്ളടക്കം ദൈവവിശ്വാസം. And even the main crux of the book that he wrote is the faith in God. ഇന്ന് രാത്രി പറയുന്നു, യേശു പറയുന്നു, നിനക്ക് വിജയിക്കാം. That's why Jesus says you too can overcome. പരാജയപ്പെട്ട ജീവിതത്തിൽ നിനക്ക് വിജയമുണ്ട്. And even you who are defeated, you can also overcome. യേശു പറയാണ്, ഞാൻ ജയിച്ച പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവരുടെ സിംഹാസനത്തിൽ ഇരുപ്പാൻ. And that's why Jesus said, and he who overcomes can sit with me on my throne, even as I overcame and am set down with my Father on his throne. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ജയിക്കുന്നവന് എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരുന്നത്. 1:21. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചിട്ട് പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. രാത്രി യേശു പറയുകയാണ്, ജയിക്കുന്നവന്. And that's why Jesus says to him that overcometh. നിങ്ങൾക്ക് വിജയിക്കാം. And you might be a defeated. പരാജയത്തിന്റെ മറുപടിയിലേക്ക് പോകുന്ന മനുഷ്യനെ നിങ്ങൾക്ക് വിജയിക്കാം. Now, oh man, who is in the pit of failure, you can also overcome. മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന, ലഹരിക്ക് അടിമയായിരിക്കുന്ന പ്രിയ യുവാവേ, നിനക്ക് വിജയിക്കാം. പരാജയത്തിൽ വിജയമുണ്ട്. Oh dear youth who are addicted to liquor and to drugs, you too can overcome. ഇന്ന് രാത്രി പറയുന്ന രോഗത്തിൽ നിനക്ക് വിജയമുണ്ട്. അതേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. If you believe on the Lord Jesus tonight, you can get a deliverance and overcome your sickness tonight. ജയിക്കുന്നവൻ ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും അനുഗ്രഹമാണ്. And to him that overcometh, he will not only receive blessing on this earth, but he will receive blessing in eternity also. ജയിക്കുന്നവന് എന്റെ സിംഹാസനം, ആരെങ്കിലും സിംഹാസനം കൊടുക്കുക. അങ്ങനെ And he said, and to him that overcometh will I grant him my throne. Will anyone give that throne like that? ഈ ബൈബിൾ മാത്രമല്ല, നിങ്ങളെല്ലാവരും ബൈബിൾ It is also mentioned in your Bible. എടുക്കുന്നത് നല്ലതാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. That's what is mentioned in Revelation chapter 3 verse 21. ജയിക്കുന്നവന് And to him that overcometh, മറ്റൊരു സിംഹാസനത്തിൽ ഇരിക്കാൻ വരും. will I grant to sit with me on my throne. സിംഹാസനം ആർക്കും വിട്ടുകൊടുക്കും. No one will give their thrones to another person. എന്നാൽ സിംഹാസനം യേശു പറയാൻ, എന്റെ സിംഹാസനം നിങ്ങൾക്ക്. But Jesus is saying, I will give you my throne. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിലൊക്കെ എത്രയോ നാട്ടുരാജാക്കന്മാർ ഭരിച്ചത്. We see many provincial rulers who ruled over India. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിംഹാസനത്തിന് പേര് വലിയ പ്രശ്നമാണ്. And they used to quarrel between one another for the sake of the throne. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ ആക്രമിക്കാൻ ചലംചിന പ്രദേശത്തേക്ക് കടന്നു വരികയാണ്. And when Alexander the Great, he came to the area to capture India. ചലംചിന ദേശത്തേക്ക് അലക്സാണ്ടർ ചക്രവർത്തി കടന്നു വരുമ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് രാജാക്കന്മാർ തമ്മിൽ പോരാടി. And when he came to the Tanakshina in order to capture India, the two provincial kings over there, they were quarreling one against the other. അമ്പി എന്ന് പറയുന്ന ഒരു രാജാവ് ഭരണം നടത്തിയിരുന്നു. There was a king by the name of അമ്പി. അടുത്ത പോറസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചു. And the other king was the name by the name of Porus. And these two are fighting amongst one another. സിംഹാസനത്തെ ചൊല്ലിയാണ് പ്രശ്നം. They are fighting for the throne. ഈ അമ്പി എന്ന് പറയുന്ന പേടിത്തൊണ്ടൻ. And this Ambi, who was a very fearful person. പോറസ് എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരൻ. And this Porus was a young man. ആ നല്ല യുദ്ധ സമർത്ഥൻ. And he is also a warrior. അലക്സാണ്ടർ ചലംചിന ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ അമ്പി എന്ന് പറയുന്ന പേടിത്തൊണ്ടൻ അദ്ദേഹത്തിന് മുമ്പിൽ കൈവണങ്ങി പറഞ്ഞു, ഞാനിത് ചെയ്യരുത്, ഞാൻ അങ്ങനെ അടിയറവായിരുന്നു. And Alexander, when he came, this Ambi, he started before him and said, I am not fighting you, I am giving you my throne, take whatever you want. എന്നാലേ പറഞ്ഞു, ഒരു പോറസ് എന്ന് പറയുന്നത്. But he said, but you know the other person, Porus, നമുക്ക് ശരിയാണ്. we have to defeat him. ലോകചരിത്രത്തിൽ ഒരു ഇന്ത്യൻ രാജാവിനെ ഒറ്റിക്കൊടുക്കുന്ന ദാസനാണ്. That is the only circumstance in the world when one Indian king is surrendering another Indian king, is giving away another Indian king. അലക്സാണ്ടർ ഈ അമ്പിയും കൂടെ ചേർന്ന് ആ ഈ പോറസുമായിട്ട് യുദ്ധം ചെയ്തു.
And this Ambi and this Alexander the Great, they jointly fought against Porus. അങ്ങനെ യുദ്ധം ചെയ്ത് അവസാനം പോറസിനെ കീഴടക്കി. And finally, after a great war, Porus was defeated. പോറസിനെ കീഴടക്കിയപ്പോൾ അലക്സാണ്ടർ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? And after Porus was defeated, Alexander asked him, what should I do for you? പോറസിന്റെ ധൈര്യവും ബലവും കണ്ടപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? And looking at the confidence and the boldness of Porus, said, what should I do to you? ഈ പോറസ് എന്ന് പറയുന്ന നാട്ടുകാരെല്ലാം പറഞ്ഞു, ഒരു രാജാവിനെ പിടിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്തോളാം. He said, when a king captures another king, what do? You do likewise. അപ്പോൾ പറഞ്ഞു, നീ മിടുക്കനാണ്, ഈ രാജ്യം ഭരിച്ചോളാം, തിരിച്ചു കൊടുത്തു. And he said, you're a smart boy, you're a smart guy, I give you back the kingdom and you rule over the kingdom. അപ്പോൾ ലോകത്തിലെല്ലാം സിംഹാസനത്തെ ചൊല്ലി തർക്കം നടക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പറയുന്നു, എന്റെ സിംഹാസനം ഞാൻ നിങ്ങൾക്ക് തരാം. When the whole world is fighting over thrones and thrones, our Jesus, he said, I will give you my throne. നിങ്ങൾക്കും ജയിക്കാം. You also can overcome. എന്താണ് ലോകം ജനം പിശാചിനെതിരെ ഒരു ദൈവവചനം ജയിക്കാൻ? And the child of God must overcome world, flesh and the devil. ഒരു മനുഷ്യനെ എല്ലാ കാലത്തും ആക്രമിക്കുന്ന മൂന്ന് ശക്തികളാണിത്. These are the three powers which is constantly fighting against man. ഒന്ന് ഈ ലോകത്തിന്റെ മോഹവും ഈ ലോകത്തിന്റെ ശക്തി മനുഷ്യനെ വശീകരിക്കുക. One is the lust and the powers of this world which is enticing man. രണ്ടാമത് ജഡശരീരം അവനെ പാപത്തിലേക്ക് വഴിതിരിക്കുക. Secondly, the flesh of man is pulling him towards sin. അടുത്തത് മൂന്ന് പിശാച് അവനെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. And thirdly, the devil is pulling him towards destruction. എന്നാൽ നിങ്ങൾക്കും വിജയിക്കാം. But tonight, you too can overcome. പരാജയത്തിന്റെ വഴികുഴിയിലേക്ക് പോകുന്നവരെ ഈ രാത്രി പറയുന്നു, നിന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം, നിനക്ക് വിജയമുണ്ട്. You might be going into the pit of failure, but from your drunkenness, you too can overcome. ഒരിക്കലും കൊമ്പിച്ചാട്ടം കുടിച്ച് പ്രശ്നമാണ്. Once Tomichetan, he drank and he created some problem. അടിയനത് And he came to know the church. സമൂഹം ചോദിച്ചു, എന്താ തോന്നി ഇങ്ങനെ കുടിച്ചാൽ മുടിയുവാണ്? And the father, he asked, what is this? You're killing yourself to death by drinking. എന്താ പറയാൻ സമാധാനം? He said, what to do? I have no peace. എന്താണ് നിനക്ക് സമാധാനം? He said, what is the reason for your peaceless state? ഞാൻ മുടിയനായിപ്പോയല്ലോ ഓർക്കും, പിന്നെ ഞാൻ കുടിക്കുക. I'm thinking because I am a drunk and I am keeping on drinking. ഉള്ള സമാധാനങ്ങൾ താങ്കൾ മുടിയനായി തീർന്നു, മുഴുവൻ മുടിയനായി. He is restless because he became a drunkard. Because of that, he is continuing to drink. മദ്യപാനത്തിന് ഒരു വിടുതൽ. He is not getting a respite from the drunkard. ലഹരിക്ക് അടിമകളായ എത്രയോ പേരാ കഴിയും. How many are addicted to drugs? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബസ് വരാമോട്ട് വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് കയറി ജഗലും മേശയിലെ ആഴ്ച പൊട്ടിക്കുക. And the 7 boys who studying in 7th and is coming back to school, throwing his school bag here and there, and he's destroying the windows and doors. എന്താ പറയുമ്പോൾ ചെയ്തത്? മമ്മി ചോദിച്ചു, മമ്മിക്ക് കയറി. And when mom went to ask him, son, what are you doing? He started beating his mom. ആർക്കാണ് പ്രശ്നം? Became a big trouble. അവനെ പിടിച്ചു കെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. And they bound him, took him to the hospital. പരിശോധിച്ചപ്പോൾ അവൻ ലഹരി ഉപയോഗിച്ചു. Meaning to say he was using drugs. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്. He's studying in 7th standard. നോക്കിയാൽ എത്രയോ മനുഷ്യർ ലഹരിക്ക് അടിമകളാണ്. Nowadays, how many people are addicted to drugs? കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, Even small children. കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ തങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന എത്രയോ വിരക്കാണ്. And how many youths are destroying the youthful days? ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ള സ്കൂളിൽ മാമ്പഴം വീഴുമ്പോൾ പോയി ചെന്നെടുക്കേണ്ടവൻ പൂക്കുല നൽകുന്നത് തന്നിൽ കൊള്ളാഞ്ഞിട്ടല്ലേ. മാമ്പഴം വീഴുമ്പോൾ പോയി ചെന്നെടുക്കേണ്ടവൻ പൂക്കുല വിടർന്നു നിൽക്കുമ്പോൾ അത് വേണമ്പോൾ ആഴ്ച തകർക്കുക. And I've studied this song which I just sang right now. ലോകത്തിൽ മനുഷ്യൻ എത്രയോ യൗവനക്കാർ തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. How many youths are destroying their youthful days and ages nowadays? രാത്രി പറയുന്നു, നിങ്ങൾക്ക് ജയിക്കാം. But now I say to you this evening, you too can overcome. എങ്ങനെ ജയിക്കാം? How can you overcome? വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ When we come to the gospel according to St. John, 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ chapter 5 verse 18, അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. and everyone who is born of in this world, he is sin and the devil cannot touch him. തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ He that is born of God. തന്നെത്താൻ സൂക്ഷിക്കുന്നു. മറ്റു വിവർത്തനങ്ങളിലൊക്കെ ദൈവം അവനെ സൂക്ഷിക്കുന്നു. It means God is protecting him. വായിച്ചാൽ വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം പറയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ അവനെ തൊടുന്നില്ലെങ്കിൽ പിന്നെ അവൻ ജയിക്കുകയില്ലയോ? And if the wicked one cannot touch him, he cannot overcome. ദുഷ്ടൻ അവനെ തൊടുക എന്നുള്ളത് ദുഷ്ടൻ അവനെ പിടിക്കുക. Meaning to
to say that the wicked one cannot capture him. First John 5 അവനെ പിടിക്കത്തില്ല. the wicked one cannot capture him. ദൈവത്തിൽ നിന്ന് ജനിക്കണം. He has to be born of God. ദൈവത്തിൽ ഒരുവൻ ജനിക്കണമെങ്കിൽ ഒരുവൻ ജനിച്ചിട്ട് വീണ്ടും ജനിക്കണം. പുതുതായി ജനിക്കുമ്പോഴാണ് ദൈവത്തിൽ ജനിക്കുന്നത്. And when he is born of God means to say he is born again. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. First John 5:1 it is mentioned, whosoever believeth that Jesus is Christ is born of God. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക. We must believe in Jesus. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. We must believe in Jesus. അപ്പോൾ ഒരുവൻ ജനിക്കണം, പുതുതായി ജനിക്കണം. He has to be born again or newly born. അവൻ ദൈവത്തിൽ ജനിക്കണം. He must be born of God. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നമുക്ക് നല്ലതായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമുണ്ട്. So there is an incident which is clearly shown in the gospel. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. It is a very familiar verse. John, the gospel chapter 3 verse 3. അവിടെ പരീശന്മാരുടെ കൂട്ടത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരുവനുണ്ടായി. And there was Nicodemus who was one of the groups of the Pharisees. അദ്ദേഹം യേശുവിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരുന്നു. And he knew about Jesus very, very well. യേശുവിനെ രഹസ്യമായി സ്നേഹിച്ചിരുന്നു. And he loved Jesus secretly. യേശുവിനെ രഹസ്യമായി സ്നേഹിക്കുകയാണ് അദ്ദേഹം. And he is loving Jesus in a secrecy. എന്നാൽ അവൻ പരീശന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. But he is a man of the Pharisees. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പരീശന്മാരുടെ കൂട്ടത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണി. And there was a man of the Pharisees. പരീശന്മാരുടെ കൂട്ടം എന്ന് പഠിക്കുമ്പോൾ Meaning to say, യഹൂദന്മാരുടെ തൽമൂദ് അനുസരിച്ച് according to the Talmud of the Jews, 7 വിധത്തിലുള്ള പരീശന്മാരുണ്ട്. there are 7 types of Pharisees. മാർക്കുണ്ട് എന്ന് പറയുന്ന വേദശാസ്ത്രജ്ഞൻ, And a Bible scholar by the name of Mark Good, അദ്ദേഹം ഹീബ്രുവിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് 7 വിധ പരീശന്മാരെ കുറിച്ച്. he translated from Hebrew to English about the 7 types of Pharisees. അതില് 7 വിധ പരീശന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. And the 7 types of Pharisees, we can see similar people even in the current day and age. അതിൽ ഒന്നാമത്തെ പരീശന്മാരെന്ന് പറയുന്നത് ശേഖേമ്യ പരീശന്മാർ, ചുവൻ പരീശന്മാരെന്ന് പറയും. And first is the Shekemiah Pharisees, ചുവൻ പരീശന്മാർ and the ones who take the importance of the എന്ന് error. പറഞ്ഞാൽ ഈ ശേഖേമ്യ പരീശന്മാരെ കുറിച്ച് അവരെന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്താല് അത് തോളിൽ ചുമന്ന് എല്ലാവരെയും കാണിക്കുന്ന രീതിയിൽ കൊണ്ട് നടക്കുന്നവരുടെ പേരാണ് ചുവൻ പരീശന്മാർ, ശേഖേമ്യ പരീശന്മാർ. And these are the ones who bear all the good deeds of the soldiers and they walk about on the shoulders and walk about. These are the Shekemiah Pharisees. എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ 10 പേര് കാണാമെന്ന് മനസ്സിലായി. And these are the people, if they do something good, then other people must see that good ഇത് work. പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു പരീശന്റെ ഗുണം. And this is one group of the Pharisees. അടുത്ത രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇടറി വീഴുന്ന പരീശന്മാര്. And second, we can see another group of ഇത് Pharisees. പറഞ്ഞാൽ നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു ഒഴിയുക. These are the Pharisees who want to do good things, but they give excuses and abstain from it. നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, They want to do good things, ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു ഒഴിയുക. but they give excuses and abstain from നമ്മുടെ it. പേര് അങ്ങനെ ഉണ്ടല്ലോ. And there are certain of us also like that. ഭയങ്കര കൊച്ചുങ്ങളെ ഞങ്ങൾ കാത്തിരിപ്പ് കൊടുക്കുക. I asked one of the boy, why you are not coming for direct meeting? അവര് പറയാം അവര് ആരാ കാത്തിരിപ്പ് കൊടുക്കാൻ. And he said, who found out this direct meeting? ആരാ കാത്തിരിപ്പ് കൊടുക്കാൻ. He said, who found out this direct meeting? ഇങ്ങനെ ഒഴിവുകഴിവുകൾ പറയുന്നവർ. And there are certain people who give such excuses. അതാണ് ഈ ഇടറി വീഴുന്ന പരീശന്മാർ. And these are the stumbling Pharisees. അടുത്തത് രക്തമൊലിപ്പിക്കുന്ന പരീശന്മാർ. Thirdly, Pharisees who shed blood. എന്ന് പറഞ്ഞാല് നോട്ടത്തിലൂടെ പാപം പ്രവേശിക്കും. അതുകൊണ്ട് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി കണ്ണടച്ച് ഇങ്ങനെ പോയി എവിടെ തലയും കാലും എവിടെ വിരിച്ച് മുറിവേൽപ്പിച്ച് രക്തം ഒലിപ്പിച്ച് നടക്കണം. അങ്ങനെ കുറെ പരീശന്മാർ. These are the Pharisees, in order that they may not see or witness any sin, they close their eyes and walk about. They will go and hit themselves on pillars and stones and they will start bleeding. അങ്ങനെ പരമഭക്തന്മാരായിട്ട് കാണിക്കുക. And they show themselves to be holy. അടുത്തത് ഉരൽ പരീശന്മാർ എന്ന് പറഞ്ഞാൽ ഉരൽ പോലെ തൊപ്പിയൊക്കെ വെച്ച് കുടിക കുടിഞ്ഞ് പമ്മി നടക്കുന്ന ആളുകൾ. And then these are the ones about the motive Pharisees who are bowing down and walking. ഉരൽ പോലുള്ള തൊപ്പിയൊക്കെ നമ്മുടെ തലയിൽ കൂടെ വെച്ച് And they wear like the crowns like the mortar, കുടിഞ്ഞ് കുടിഞ്ഞ് and they bow themselves and they go like that. ഇങ്ങനെ താഴ്മ കാണിക്കും. They show much ഈ humility. പരീശന്മാരുടെ കൂട്ടത്തിലുള്ളതാണ്. And these are the other group of Pharisees. അടുത്തുള്ള അജ്ഞനായ പരീശന്മാരുണ്ട്. അജ്ഞത. And there are some strange Pharisees. ഈ അജ്ഞത
in fact they are fools. അടുത്തത് ഭീത പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് ജീവിക്കുന്ന പരീക്ഷ. And then there is the fearful Pharisees who are fearful of everything. ഈ പരീക്ഷന്മാരുടെ ആറാമത്തെ ഗ്രൂപ്പ്. And this is the sixth group of Pharisees. എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് ജീവിക്കുക. They are fearful Pharisees. എന്താ ഭയപ്പെടുന്നത്? What are they fearing? ന്യായവിധിയുണ്ട്. There is judgment. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശിക്ഷ വരും. If there is no prayer, there is judgment. ഉപവസിച്ചില്ലെങ്കിൽ ശിക്ഷ വരും. Judgment if no fasting. അതുകൊണ്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരീക്ഷന്മാർ. So I pray, I fast, everything. എന്നാൽ സ്നേഹപൂർണ്ണനായ പരീക്ഷന്മാർ. And there are also the last group of Pharisees which are love-filled Pharisees. അതിൽ സ്നേഹപൂർണ്ണനായ പരീക്ഷനായിരുന്നു നിക്കോദിമോസ്. And this Nicodemus was the love-filled Pharisee. അതുകൊണ്ടാണ് ഈ നിക്കോദിമോസിനെ കാണണമെങ്കിൽ യേശുവിന്റെ ക്രൂശിനരികേക്ക് ചെന്ന് അരിമത്യക്കാരനായ യോസഫും നിക്കോദിമോസും കൂടെ ചേർന്ന് യേശുവിന്റെ ശരീരം ഇറക്കി യേശുവിന്റെ ശരീരം കൊണ്ടുപോയി വളരെ മനോഹരമായ രീതിയിൽ വളരെ ചിലവുള്ള രീതിയിൽ സുഗന്ധമൊക്കെ ഇട്ട് അടക്കം ചെയ്യുക. And you can see the same Nicodemus, the love-filled Pharisee, at the cross of Jesus, along with the Joseph of Arimathea. They took up the body of Jesus, wrapped it very cleanly, and they paid much price, and they gave good essence, spices, and they laid him in a tomb. അതുകൊണ്ടാണ് ഈ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ പറയുന്നത്, അവൻ യേശുവിനോട് പറയാം, യേശുവേ, നീ ഗുരുവിന്റെ ഗുരുവേ, നീ പിതാവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. നീ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നീ ദൈവമായിട്ടുള്ള പിതാവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാൻ കഴിയത്തുള്ളൂ. And that's why I said, Rabbi, we know that you have come from God, because whatever you say, you can only say because you come from God. യേശു പറയുന്നു, നിക്കോദിമോസേ, നീ പുതുതായി ജനിക്കണം. Firstly, Jesus said, "Oh Nicodemus, you must be born. നീ ദൈവത്തിൽ ജനിക്കണം. You must be born of God." അതെ, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാ മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്? And that's when he asked, "How can a man be born again?" യേശു പറയുകയാണ്, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. I said, "If you are not born again, you cannot see the kingdom of God." അടുത്തത്, നീ ആ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല. And nextly he says, "If you are not born again of water and of spirit, you cannot enter into the kingdom of God." നിങ്ങൾക്കും വിജയിക്കാം. You too can overcome. യേശുവിനെ കൈവരിച്ച ക്രൂശ്. And Jesus, on which he endured a victory on the cross. യേശുവിനെ നോക്കുവിൻ. Look unto Jesus. അവൻ പറയുന്നു, യേശു പറയുകയാണ്, എന്റെ സിംഹാസനത്തിൽ ജയിക്കുന്നവനിരിക്കാം. And Jesus said to him that overcometh can sit on my throne also. അതെ, യേശു പറയുകയാണ്, അവൻ ജനിക്കണം. എന്തിനെ ജനിക്കണം? പുതുതായി ജനിക്കണം. And that's why Jesus says, "You must be born again, which is born of God." യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ അനുഭവമാണ് യേശു. And that is the true form of repentance. ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ അവനൊന്ന് പാപബോധമുണ്ട്. And in order, when he is repenting, he must be convicted of his sins. എന്നാൽ ബൈബിളിൽ പറയുന്ന പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയത്തിൽ കുത്തുകൊള്ളുമെന്നാണ് പറഞ്ഞത്. Meaning to say, he must be pricked in his heart in the book of Acts of the Apostles. ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ അവന് പാപബോധം ഹൃദയത്തിൽ കുത്തുണ്ടാകും. When he repents truly, he is getting a knowledge, or there is a prick in his heart about the sins. അവൻ ചോദിക്കും, രക്ഷപ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത്? And he will ask, "What must I do to be saved?" യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. You believe on the Lord Jesus. ഒന്ന് പാപബോധം ഉണ്ടാകും. Firstly, you must have the knowledge of your sins. അടുത്തത് അനുദപിക്കും. Secondly, you must repent. അനുതാപമില്ലാത്ത മാനസാന്തരത്തിനുള്ള പ്രയോജനമില്ലെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുക. And Corinthians said, "Repentance without which there's no use." അടുത്തത് പറയുന്നു, മാനസാന്തരത്തിന് ഏറ്റുപറച്ചുള്ള ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുതൽ. And thirdly, you must confess your sins. He that covereth his sin shall not prosper, but whoso confesseth his sin shall receive mercy. മാനസാന്തരത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ അനുഭവം പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങൾ വേണം. ഒന്ന്, പാപബോധം ഉണ്ടാകണം, അനുദപിക്കണം, ഏറ്റുപറയണം. അടുത്തത് പറയുന്നു, മടക്കി കൊടുക്കണം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33:15 വാക്യം വായിക്കുമ്പോൾ, And Ezekiel chapter 33:15, after you are convicted, after you repent, after you confess, you must restitute, you must give back. അന്യമായി വാങ്ങിയതെല്ലാം മടക്കി കൊടുക്കണം. സഹായമുള്ള മാനസാന്തരം പോലെ. And like the repentance of Zacchaeus, what you have taken wrongfully, you must return that back. സക്കായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ സക്കായി സന്തോഷം കൊണ്ട് എന്താ പറഞ്ഞത്? ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരികെ കൊടുത്തോളാം. And when Zacchaeus, out of the joy when Jesus came to his house, he said, "If I have taken anything wrongfully, I will return back fourfold." 4 ഇരട്ടി കൊടുത്തില്ലെങ്കിൽ വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്താൽ മതി. If not even returning fourfold, whatever you have taken, you at least return back. Restitute. അടുത്തത് നിരംഭൂതനാമം. And
reconciled. യേശു പറഞ്ഞ കാര്യമാണ്. That's what Jesus said. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 23:24 വായിക്കുമ്പോൾ When we read Matthew chapter 5 verse 23-24. നീ യാക്കോബുമായി യാക്കോബിലേക്ക് പോകുമ്പോൾ സഹോദരനോട് നിന്നോട് വല്ല ഉണ്ടായാൽ നീ ആ യാക്കോബോട് വെച്ചിട്ട് സഹോദരനോട് പോയി നിരന്നു കൊള്ളുക. And he said, if you bring a gift to the altar and remember that thy brother has something against thee, you go back to your brother and get reconciled with him. അങ്ങനെ ജീവിക്കുന്നവനാണ് അവനെ പാപബോധം അല്ലെങ്കിൽ യഥാർത്ഥമായി മാനസാന്തരം. And that is the true experience of salvation. അവനാണ് പുതുതായി ജനിച്ചത്. He is born again. ആ ദൈവത്തിൽ ജനിച്ചവനാണ്. He is born of God. ദൈവത്തിൽ ജനിച്ചവനെ ദൈവം സൂക്ഷിക്കും. And he that is born of God, he will be protected by God. ദുഷ്ടനവനെ തൊടുന്നതുമില്ല. And the wicked cannot touch him. അതാണ് ജയിക്കുവാൻ പറ്റിയ ഒരു അനുഭവം. That is an experience of overcoming. ദുഷ്ടനവനെ തൊടുന്നില്ല. The wicked cannot touch him. ദുഷ്ടനവനെ പിടിക്കുന്നില്ല. The wicked cannot capture him. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. Because he is born of God. സാത്താൻ തൊടാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയും എന്റെ മകനാ. And when Satan tries to touch him, Jesus will say, he is my son. എന്റെ മകളാണ്. She is my daughter. എന്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണ്. I bought her with my price. എന്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണ്. This is the price of my blood. കോഴി തന്നെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? You might have seen how a hen covers or protects its young. ആ നിസ്സാരമായ ഒരു അനുഭവമാണ് കോഴി തന്നെ കുഞ്ഞിനെ സൂക്ഷിക്കുന്നത്. വലിയൊരു സത്യം അതിലാണ്. Even though it is a simple matter, there is a great truth hidden in that matter. 20-21 ദിവസം മുട്ടയുടെ മുകളിൽ ഇരുന്ന് ചൂട് സഹിച്ച് വെള്ളം കുടിക്കാതെ തീറ്റതിനാകുന്ന കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കും. And for 20-21 days, the hen suffers all the troubles. It incubates the eggs and it hatches the eggs. എന്നിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള തന്ത്രപ്പാട്. And then it is struggling to feed these young ones. എന്നാൽ ഒരു കാര്യമുണ്ട്, ശത്രുവിന്റെ നിഴൽ കാണുമ്പോൾ ഈ തവളക്കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കും. But as soon as it sees the shadow of its enemy, this mother hen will make a sound. കുഞ്ഞുങ്ങളെല്ലാം തവളക്കോഴിയുടെ ചിറകിനടിയിലേക്ക് ഇടും. And all these chicks will come and hide under the wings of the mother hen. തീറ്റ തിന്നാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ തീറ്റ തിന്നാൻ കുഞ്ഞുങ്ങളെല്ലാം ഓടി വരും. അപ്പോൾ അതെല്ലാം വിഭാഗിച്ചു പോകും. And when it gets any food, it creates a sound, and then all the chicks will come, and then the mother will distribute the food. ശത്രു വരുമ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. But when the enemy comes, it makes another sound. അതെല്ലാം കുഞ്ഞുങ്ങൾക്കറിയാം. ശത്രു പോയി കഴിയുമ്പോൾ ഒരു ശബ്ദം. And when the enemy goes away, it makes another sound. കുഞ്ഞുങ്ങളെല്ലാം ചതമടിച്ച് ഒരു വരവുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? And have you seen all the chicks coming? ഇതൊക്കെ ശ്രദ്ധിക്കണം. You must take note of this. അപ്പോൾ എന്താണെന്നറിയാമോ, ഈ തവളക്കോഴി ശബ്ദം പുറപ്പെടുവിക്കും. കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കയറിക്കൂ. And this mother hen will say, "Oh chicks, come under my wings." കഴിഞ്ഞ നാളുകൾ ദൈവം നിന്നെ ഇങ്ങനെയാ സൂക്ഷിച്ചത്. ശത്രു തൊടാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അവൻ എന്റെ മകനാ, തൊട്ടുപോകരുത്. And this is how our God protected you. And when Satan tried to touch you, he said, "No, this is my son." മരണം ഉയർന്നിരിക്കട്ടെ. And then you have me കഴിഞ്ഞ ready. നാളുകളിൽ നിന്റെ ദൈവം നിന്നെ സൂക്ഷിച്ചത്, നിന്റെ കുടുംബത്തെ സൂക്ഷിച്ചത്, നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചത്, അങ്ങനെയാ സൂക്ഷിച്ചത്. ശത്രു തൊടാൻ ശ്രമിച്ചു. ദുഷ്ടനവനെ തൊടാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, അവൻ എന്റെ മകനാണ്, അവൻ എന്റെ മകളാണ്. തൊട്ടുപോകരുത്. എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ, രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയതാ. നീ ദൈവമല്ലേ, നീ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. You praise God, oh dear child of God. When the devil tried to touch your children and your family, he said, "No, this is my son, this is my daughter. He is redeemed by my blood. You are not allowed to touch him." അനർത്ഥങ്ങളുണ്ടായപ്പോൾ, And evil befell you. രോഗമുണ്ടായപ്പോൾ, Sickness came. അനർത്ഥത്തിനിരുന്ന് Do not put out your hand. ഇരിക്കട്ടെ. ദൈവം നിന്നെ സൂക്ഷിച്ചതവനാ. How did God protect you? ദൈവം സൂക്ഷിച്ചതവനാണ്. Children, അവൻ എന്റെ മകനാണ്. my son, അവൻ എന്റെ my മകനാണ്. daughter. തൊട്ടുപോകരുത്. Touch him. ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ. Redeemed by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ. Redeemed by the blood of Jesus. ദൈവത്തിന്റെ സ്വന്തമാ. You are God's own. നിന്നെ തൊടുന്നില്ല. Evil can touch you. ദൈവത്തിന്റെ സ്വന്തമാ. You are God's own. യേശുവിനെ നോക്കുക. Look unto Jesus. ഇതുകൊണ്ട് യേശുവിനെ നോക്കുക. Why should we look at Jesus? അവൻ ജയിച്ചു, ക്രൂശിനെ ജയിച്ചു. He overcame the cross. ക്രിസ്തുവിന്റെ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത്. And nextly we see Jesus on the right hand of the cross. യേശു ക്രിസ്തു ക്രൂശിനെ സഹിച്ചു, ക്രൂശിനെ വഹിച്ചു. അവൻ ക്രൂശിൽ ദൈവസ്വരം കൊണ്ടാടി. അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത്. Jesus endured the cross, he bore the cross, he was victorious on the cross, and now he is set down on the right hand of the throne of God. യേശു ക്രിസ്തു ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. Jesus is sitting on the right hand of the throne of God. അവൻ സകലത്തിനും പരിഹാരം വരുത്തിയതാണ് എബ്രായലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. And that's what he said, it said in Hebrews by St. Paul, he made a solution for everything. എബ്രായലേഖനം
വായിക്കുമ്പോൾ അവൻ സകലത്തിനും പരിഹാരം വരുത്തിയ ശേഷം ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. വായിക്കട്ടെ. And when we read in Hebrews chapter 1, verse 3, the last portion we can see, he brought a solution to everything. അവൻ മഹാപുരോഹിതനായി പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. And he as a high priest is on the right hand of the Father. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is interceding for us. യേശു മണവാളനായി തന്നെ വെളിപ്പെടുവാൻ പോകുന്നു. And Jesus is going to appear as the bridegroom. ദൈവസഭയുടെ പ്രത്യാശയാണ്. And that is the hope of the church. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ. Oh, people of God who are redeemed by the blood of Jesus. Oh, you who have seen by the Spirit. You who have obeyed the commandments of God. You are God's own. Jesus is going to appear as a bridegroom to capture you, to take you away. The advent of Jesus is going to take place very soon. The signs of the world are shouting it forth. And the earth on which we are sitting is saying, Jesus is coming very soon. And the whole of the universe is shouting forth, the leader, the creator is going to come. The trumpet is going to sound. Our Redeemer, our bridegroom is going to come very soon, appear in the mid-air. Tonight, shall we look unto that Jesus? Look unto Jesus. He endured the cross. He bore the cross. And he was victorious on the cross. And now he sits on the right hand of the throne of God. He is preparing a habitation for us. And now we are ready for the coming. Everything in this world is like the bubble of water. Everything will pass away. The coming of Jesus is very soon. The saints will be transformed. And all those who did in Christ will be transformed. Yes, that day is very soon. We have a great hope. And before we conclude this meeting, shall we be all on our knees? All those who are able to, shall we look up to heaven? Our Jesus is coming very soon. The 15th song of our Madras Convention's working sheet. And many lakhs and lakhs of angels. And they are being arrayed together. And during the marriage of the Lamb, can you not hear the noise? We shall see very soon. With entire glory the groom. How much soon and how much joyous.